Hello everyone, we are going to discuss the movie Akira, written and directed by Katsuhiro Otomo. I had shared you the link to the movie a few months back. I don't know how many of you have watched it. Anyway, coming to the movie, I hope the screen is visible. Akira is an anime written and directed by Katsuhiro Otomo. So what is an anime? Animation in the anime, but it's a Japanese term. Okay, അത് ഫിലിം ആവാം, ഡോക്യുമെന്ററി ആവാം, ആനിമേറ്റഡ് വർക്ക്സ് ആണ്, ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾ കാർട്ടൂൺ തൊട്ട് എല്ലാം പണ്ട് തൊട്ടേ കാണാറുള്ളതാണ് ആനിമേഷൻ വർക്ക്സ്. അപ്പോൾ ദിസ് ഇസ് എ ഫേമസ് ആനിമി വിച്ച് വാസ് റിലീസ്ഡ് ഇൻ 1988. ഓക്കെ, അപ്പോൾ കാറ്റ്സുഹിറോ ഒട്ടോമോയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഹി ഹാസ് റിട്ടേൺ ദ വർക്ക് അക്കീറ. ഇനി യു ഹാവ് ടു നോ ദീസ് 3 ഫിലിം മേക്കേഴ്സ്. കാരണം ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജാപ്പനീസ് ഫിലിം മേക്കേഴ്സ് ആണ്, ആനിമേ മേക്കേഴ്സ് ആണ്. അതിൽ ദർ ഇസ് മിയാസാക്കി ഉസാമു ടെസൂക്ക ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഹീ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് അവർ ഡയറക്ടർ കാറ്റ്സുഹിറോ ഒട്ടോമോ ഇൻ ഫോമിങ് സച്ച് എ ക്യാരക്ടർ. നിങ്ങൾ അറിയേണ്ട 1-2 ടേംസ്. ഒന്ന് ആനിമേ. ആനിമേ മീൻസ് ആനിമേഷൻ, ജാപ്പനീസ് ടേം where animated characters are used for the work. It could be a documentary or a film. ഇനി മാങ്ക എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. നമ്മൾ കോമിക്സ് എന്ന് പറയില്ലേ, അത് തന്നെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ കോമിക്സ് ബുക്ക്. ഇപ്പൊ പണ്ടൊക്കെ ഫാൻറ്റം, സ്പൈഡർമാൻ ഇതെല്ലാം കോമിക്സ് ആയിട്ടാണ് ഇറങ്ങിയത് അല്ലെ. മാർവൽ സീരീസിലെ പലതും കോമിക് ബുക്സ് ആയിരുന്നു. അതേപോലെയുള്ള മാങ്ക സീരീസ് തുടങ്ങി വെച്ചത് ഉസാമു ടെസൂക്കയാണ്. വരുമ്പോൾ കാണിച്ചു തരാം, പിക്ചേഴ്സ് കാണിച്ചു തരാം നെക്സ്റ്റ് സ്ലൈഡിൽ. സോ സാമു ടെസൂക്കയുടെ ആസ്ട്രോ ബോയ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഷോനൻ എന്ന് പറഞ്ഞ മാഗസിനിൽ വളരെ ഫേമസ് ആയിട്ട് ആദ്യം ഇറങ്ങിയ ഒരു മാങ്ക സീരീസ്. MANGA. ഇറ്റ് മീൻസ് കോമിക്സ്, ജാപ്പനീസ് ടേം ആണതും. ഒരു ജാണർ ഓഫ് ജാപ്പനീസ് കോമിക്സ് ആണ് മാങ്ക സീരീസ്. ഓക്കെ, അതിൽ ആദ്യത്തെ one of the pioneers of manga series, manga comics, was Osamu Tezuka, and the director of Akira was influenced by Osamu Tezuka. Appo Otomo, Katsuhiro Otomoയുടെ Akira എന്ന് പറയുന്ന anime, it was first published as a book. അത് കോമിക്സ് ആയിരുന്നു. അതാണ് പിന്നെ ഈ ഒരു മൂവി ആയിട്ട് മാറ്റിയത്. അതും അദ്ദേഹം തന്നെയാണ് ഡയറക്ട് ചെയ്തത്. സോ ദി ക്യാരക്ടർ അക്കീറ, ദി വർക്ക് അക്കീറ എല്ലാം എഴുതിയതും ഡയറക്ട് ചെയ്തതും എല്ലാം കാറ്റ്സുഹിറോ ഒട്ടോമയാണ്. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാർവൽ സീരീസ് ആയിട്ടാണ് അല്ലേ. അതും പലപ്പോഴും പല ക്യാരക്ടേഴ്സും എല്ലാം കോമിക്സ് ആയിട്ട് തുടങ്ങിയതാണ്. പിന്നെയാണ് ഇപ്പോൾ ഏത് വർക്കാണ്, ഇപ്പോൾ സ്പൈഡർമാനും ക്യാപ്റ്റൻ സ്ട്രേഞ്ചോ എല്ലാം അങ്ങനെ ഫോം ചെയ്തതാണ്. ഓക്കെ, പിന്നെ കാറ്റ്സുഹിറോ ഒട്ടോമോയുടെ ബാക്കി 3 ഫിലിം മേക്കേഴ്സ് ഒപ്പം ഉണ്ടായിരുന്നവരാണ് മിയാസാക്കി, ഉസാമു ടെസൂക്ക. ആൻഡ് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ദീസ് 3 ഡയറക്ടേഴ്സ് അവരുടെ പല വർക്ക്സും ഈ പറയുന്ന പോലെ ട്രോമാറ്റിക് ഈവൻസ് ആണ്. ഡെത്ത്, വാർ, ആറ്റം ബോംബിന്റെ ഇതെല്ലാം കാണിക്കുന്ന രീതിയിലാണ് ഇവരുടെ 3 പേരുടെയും വർക്ക്സ്. Okay, the reason is 3 of them being from Japan. You remember the 2 atomic bombs that were thrown over the Japanese cities of Hiroshima and Nagasaki. Second World War samayathu US drop ചെയ്ത 2 atom bombs, 6th August 9th August drop ചെയ്ത 2 atom bombs എത്ര ട്രോമാറ്റിക് ആയിരുന്നു, എത്ര പേരെ കൊന്നു. അത് മാത്രമല്ല, ആ ഒരു ന്യൂക്ലിയർ ഹോളോകോസ്റ്റിന് ശേഷം എത്ര നാൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് അവിടെ നിന്നു. ദിസ് ട്രോമ ഹാസ് ബീൻ എക്സ്പീരിയൻസ്ഡ് ബൈ ഓൾ ദ 3 മൂവി മേക്കേഴ്സ്. സോ ദെയർ വർക്ക്സ് ഓർ ആർട്ട് ഓഫ് റെപ്രസെൻറ്റേഷൻ അതിലെല്ലാം ഈ ഒരു തീം റെക്കർ ചെയ്ത് വരുന്നത് സ്വാഭാവികമാണ്. ഓക്കെ, സോ ദ ഫിലിംസ് ഓൾവേസ് ഫീച്ചർ സച്ച് ട്രോമാറ്റിക് ഈവൻസ് ലൈക്ക് ഡെത്ത്, വാർ ആൻഡ് ഓൾസോ ദിസ് ന്യൂക്ലിയർ ഹോളോകോസ്റ്റ്. മേ ബി they are reflecting the capacity of man's destruction. അല്ലെങ്കിൽ ഏതറ്റം വരെ ഈ ലോകം നശിപ്പിക്കാനായിട്ട് മനുഷ്യന് ഇറങ്ങിത്തിരിക്കാൻ പറ്റും. അതിൻ്റെ ഒരു പ്രൈമറി എക്സാമ്പിൾ ആണ് ആറ്റം ബോംബ് എന്ന് പറയുന്ന ഒരു ക്രിയേഷൻ. മേ ബി അത് റെപ്രസെൻറ്റ് ചെയ്യാനായിരിക്കാം. പിന്നെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന വഴി അവർ തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോവുകയായിരിക്കാം. സോ 3 directors, Katsuhiro Otomo, Miyazaki and Osamu Tezuka, have been traumatized by the
Hiroshima Nagasaki nuclear holocaust, and this trauma has been expressed in their artworks. So ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. Okay, then you have Akira. Akira is a Japanese anime. I told you it's a Japanese term for animation. എല്ലാ animated worksനും anime എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൊറിയൻ കുറെ ആനിമേസ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, പലരും കൊറിയൻ മൂവീസ് കൊറിയൻ ആനിമെ ഒക്കെ കാണാറുണ്ടെന്ന് അറിയാം. അപ്പോൾ ദാറ്റ് ഇസ് ആനിമെ. So this is an animated action film that was released in 1988, and this is a cyberpunk. Cyberpunk എന്ന് പറഞ്ഞാൽ നിങ്ങൾ സയൻസ് ഫിക്ഷൻ വായിക്കാറുണ്ടാവും അല്ലേ? സയൻസ് ഫിക്ഷനിൽ എന്താ പല രീതിയിലുള്ള സയന്റിഫിക് ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് അല്ലെ? പലതും കാലങ്ങൾക്ക് മുന്നേ പ്രവചിച്ച പോലത്തെ കാര്യങ്ങളാണ് സയൻസ് ഫിക്ഷനിൽ വരിക. ഇപ്പൊ ടൈം ട്രാവൽ അങ്ങനെ. സൈബർ പങ്ക് എന്ന് പറഞ്ഞാൽ വേർഡ് ഡിനോട്ട് സൈബർ അല്ലെ? ഇത് സയൻസ് ഫിക്ഷന്റെ ഒരു ജാണറാണ്, സബ് ജാണറാണ്, ഒരു ഡിവിഷൻ ആണ്. വേർ ഇറ്റ് റെപ്രസെന്റ്സ് എ ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റി. ഡിസ്റ്റോപ്പിയൻ ഇൻ ദ സെൻസ് നമ്മൾ യൂട്ടോപ്യൻ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയലിസ്റ്റിക് സിറ്റുവേഷൻ ആണ് യൂട്ടോപ്പിയ എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്റ്റോപ്പിയ. പക്ഷെ വളരെ ഫ്രൈറ്റനിങ് ആയിട്ടുള്ള, ഭാവിയിൽ ജീവിക്കാൻ തന്നെ എന്താ പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡിസ്റ്റോപ്പിയൻ. ഓക്കെ, ആൻഡ് സൈബർ പങ്ക് ഫിക്ഷൻ, ഇറ്റ് കുഡ് ബി മൂവീസ് ടു, ദേ ആർ ഓൾവേസ് എ കോമ്പിനേഷൻ ഓഫ് ലോ ലൈഫ് ആൻഡ് ഹൈ ടെക്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോ ക്യാരക്ടേഴ്സോ ആയിരിക്കും, പക്ഷെ ഹൈ ടെക്നോളജി യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പം തിങ്ക് ഓഫ് ബാറ്റ്മാൻ. ഓക്കെ, then futuristic technological and scientific developments. ബാറ്റ്മാൻ ഞാൻ പറയാൻ കാര്യം അദ്ദേഹത്തിന്റെ വളരെ സാധാരണ ഒരു ലൈഫ് ലീഡ് ചെയ്ത ആളാണ്, പക്ഷെ അയാൾക്ക് ചുറ്റും ഉണ്ടാവുന്ന അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ്. ബീറ്റ് ഹിസ് വെഹിക്കിൾ, മേ ബി ദ ടൈപ്സ് ഓഫ് വെപ്പൺസ് ദാറ്റ് ഹി യൂസ്, അല്ലെ? ഇതെല്ലാം ഒരു ഹൈ ടെക്നോളജി യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിക്കൽ സയന്റിഫിക് ഡെവലപ്മെന്റ്സ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും സൈബർ പങ്ക് ഫിക്ഷനിൽ വരുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ജസ്റ്റപ്പോസ് വിത്ത് സൊസൈറ്റൽ കൊലാപ്സ്, ഡിസ്റ്റോപ്പിയ ഓർ ഡീകേ. എന്നുവെച്ചാൽ ഒരു സൊസൈറ്റിയുടെ ഒരു നാശം അല്ലെങ്കിൽ ഒരു ജീർണിച്ച ഒരു അവസ്ഥയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്ന വർക്ക്സ് ആണ്. ഇപ്പോൾ ബാറ്റ്മാൻ എന്ന് പറഞ്ഞാൽ ലോക നന്മയ്ക്കായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്, പക്ഷെ ഇതിൽ അങ്ങനല്ല. വേൾഡിന്റെ ഒരു ഡിസ്ട്രക്ഷൻ കൂടെ കാണിക്കുന്ന രീതിയിലാണ് ഇതിന്റെയൊക്കെ ഒരു സെറ്റിംഗ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾവേസ് ഇൻക്ലൂഡ് കൗണ്ടർ കൾച്ചറൽ ആന്റി ഹീറോസ് ട്രാപ്ഡ് ഇൻ എ ഡീഹ്യൂമനൈസ്ഡ് ഹൈടെക് ഫ്യൂച്ചർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് പോയിന്റ്സ് എടുത്ത് ഡിഫൈൻ ചെയ്താൽ മതി ഈ സൈബർ പങ്ക്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ കാണിക്കുന്നത് എഗൻസ്റ്റ് അവരുടെ ഒരു ട്രഡീഷണൽ ഇതിലൊക്കെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആന്റി ഹീറോസ് ആണ്. അവര് ദേ ആർ ട്രാപ്ഡ് ഇൻ എ ഡീഹ്യൂമനൈസ്, കാരണം ഫുൾ ടെക്നോളജിയാണ്. മനുഷ്യ നിർമ്മിതി അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ റോബോട്ട്സോ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും എന്താ കൂടുതലായിട്ട് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, ഹ്യൂമൻസ് അല്ല. ഓക്കെ, എക്സാമ്പിൾ ദ മൂവി ദ മാട്രിക്സ്, നിങ്ങളിപ്പോൾ പഠിക്കുന്ന അക്കീറ, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. സോ സൈബർ പങ്ക് ഇസ് എ ടേം ദാറ്റ് ഹാസ് ബീൻ കോയിൻഡ് ബൈ ബ്രൂസ് ബത്കെ. Bruce Bethke is a writer, so he has coined the term cyberpunk. The cyberpunk ഒരു short note ആയിട്ട് ചോദിച്ചാൽ the term has been coined by Bruce Bethke. It's a subgenre of science fiction, combination of low life and high tech. ഇതെല്ലാം പറയാം, രണ്ട് എക്സാമ്പിൾസും പറയാം. ഓക്കെ, പിന്നെ cyberpunk is always related to new wave science fiction. അല്ലെ? സയൻസ് ഫിക്ഷൻ തന്നെ പല രീതിയിൽ പറയാറുണ്ട്. ഇപ്പം ഇൻവിസിബിൾ മാൻ തൊട്ട് ഇങ്ങോട്ട് എന്താ ഫ്രാങ്കൻസ്റ്റീൻ ഒക്കെ സയൻസ് ഫിക്ഷന്റെ ഭാഗമായിട്ട് പറയുന്നവരുണ്ട്. അപ്പം ന്യൂ വേവ് അല്ലെ, ഒരു മോഡേൺ പോസ്റ്റ് മോഡേൺ സയൻസ് ഫിക്ഷൻ ആയിട്ട് സൈബർ പങ്കിനെ പറയാറുണ്ട്. സോ ദീസ് ആർ ദി important points related to cyberpunk. So my point is anime Akira is a cyberpunk. അതിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഈ ഒരു മൂവി. ഓക്കെ, നെക്സ്റ്റ് ഇസ് യു നീഡ് ടു നോ വാട്ട് ഇസ് മാംഗ സീരീസ്. മാംഗ സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോമിക് ബുക്കാണ്. ഓക്കെ, സോ അക്കീറ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ആസ് എ മാംഗ സീരീസ് ബൈ ഒട്ടോമോ. ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു സീരീസ് പബ്ലിഷ് ചെയ്തത്. ഒട്ടോമോ കാറ്റ്സുഹിറോ ഹാസ് പബ്ലിഷ്ഡ് അക്കീറ ആസ് എ സീരീസ്. യങ് മാഗസിനിൽ സീരിയലൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ഒരു കാർട്ടൂൺ, ഒരു കോമിക് ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് മാംഗ അല്ലെങ്കിൽ മാംഗ സീരീസ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ജാനർ ഓഫ് ജാപ്പനീസ് കോമിക്സ് അല്ലെങ്കിൽ ഗ്രാഫിക് നോവൽ. ഓക്കെ, സോ ഈ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു കോമിക്സ് ആണ് ലേറ്റർ ഇറ്റ് വാസ് ഡയറക്റ്റഡ് ബൈ കാറ്റ്സുഹിറോ ഒട്ടോമോ. ക്ലിയർ?
നെക്സ്റ്റ് ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് ഒസാമു ടെസൂക്ക. അദ്ദേഹത്തിന്റെ ആസ്ട്രോ ബോയ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ എ ചിൽഡ്രൻസ് മാഗസിൻ കോൾഡ് ഷോനൻ. ഷോനനിലാണ് ആദ്യമായിട്ട് ആസ്ട്രോ ബോയ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ കോമിക് സീരീസ് വരുന്നത്. ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ബൈ ഒസാമു ടെസൂക്കാസ് ആസ്ട്രോ ബോയ് ക്യാരക്ടർ പബ്ലിഷ്ഡ് ഇൻ ദ മാഗസിൻ ഷോനൻ, Katsuhiro Otomo started writing Akira. Okay. Coming to our director Katsuhiro Otomo, he was born in 1954. He is a famous Japanese manga artist. അദ്ദേഹത്തിന്റെ മെയിൻ ഒരു ഏരിയ തന്നെ ഈ കോമിക് ബുക്സ് അല്ലെ ഈ ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. ഈ ഒരു സീരീസ് മാങ്ക സീരീസ് ഒക്കെ എഴുതിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പവർഫുൾ ഏരിയ. ഹിസ് ഓൾസോ എ സ്ക്രീൻ റൈറ്റർ, സ്ക്രീൻ പ്ലേ റൈറ്റർ, animator and a film director. Has received many awards. Purple Medal of Honor by the government of Japan in 2013, and French government has also awarded him. Coming to our movie, Akira, that was released in 1988, was praised for the quality of animation. അത്രയും ആനിമേഷന്റെ ഒരു ടെക്നോളജി യൂസിലും ഒരു ക്വാളിറ്റിയും കുറേ പേര് പ്രശംസിച്ചിട്ടുണ്ട്. They often refer to it as a dynamic animation, അല്ലേ? ഒരു മൂവ്മെന്റും ഇപ്പോൾ വോറും എല്ലാം ഒക്കെ വന്നിട്ട് ആ ഒരു ഡൈനാമിക് ക്വാളിറ്റി ഓഫ് ആനിമേഷൻ എല്ലാവരും പ്രശംസിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് നോൺ ഫോർ ഇറ്റ്സ് നെഗറ്റീവ് സ്പേസ്, ക്ലെവർ യൂസ് ഓഫ് നെഗറ്റീവ് സ്പേസ്. ഈ നെഗറ്റീവ് സ്പേസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഒരു സ്ക്രീനിൽ 2 ഇമേജസ് ഇട്ടിട്ടുണ്ട്, കണ്ടോ? അതിൽ ആദ്യത്തെ പിക്ചർ നോക്കിക്കേ, 2 ഫേസ് ആണ്. അതിനുള്ളിൽ ആ ഒരു അവർ തമ്മിലുള്ള സ്പേസ് ഫോം ചെയ്യുന്ന ഒരു ലാമ്പ് പോലെ തോന്നും. ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഈ സൈക്കോളജിക്കൽ അനാലിസിസിന് ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ ആദ്യം കാണുന്നത്, അത് വെച്ചിട്ട് നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാനും ക്യാരക്ടർ റീഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ഇമേജിൽ ഈ സ്പേസ് അറൌണ്ട് ദി സബ്ജക്ട്സ് ഓർ ഒബ്ജക്ട്സ് ആണ് എന്ത് നെഗറ്റീവ് സ്പേസ്. ഇപ്പൊ സെക്കൻഡ് ഇതിൽ കണ്ടോ, 2 ബെയർ ഹഗ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിലൊരു ക്യാരക്ടർ അത്ര ക്ലിയർ അല്ല, ബെയർ ആണെന്ന് നമുക്ക് തോന്നുന്നേ ഉള്ളൂ, അല്ലേ? അപ്പൊ ആ ഒരു സ്പേസ് അറൌണ്ട് ദി ഒബ്ജക്ട്സ് ഓർ സബ്ജക്ട്സ്, അതാണ് നെഗറ്റീവ് സ്പേസ്. അപ്പൊ അക്കീറ എന്ന് പറയുന്ന മൂവിയിൽ ഈ ഒരു നെഗറ്റീവ് സ്പേസ് വളരെ ക്ലെവർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 2 ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഒരാൾ മുകളിൽ നിൽക്കുന്നു, ഒരാൾ താഴെ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്പേസിംഗ് ഒക്കെ, അവർ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണെങ്കിലും ദെയർ റിലേഷൻ എന്താണ് എന്നുള്ളത് കാണിക്കാനും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അക്കീറ മൂവിയുടെ ലൈറ്റിംഗ് അല്ലെങ്കിൽ ടെക്നീക്സ് അല്ലെങ്കിൽ വിഷ്വൽ ഡെപിക്ഷൻ അല്ലെങ്കിൽ വിഷ്വൽ ഈസ്തെറ്റിക്സ് ഒക്കെ പറയാൻ പറഞ്ഞ ഈ പോയിന്റ്സ് എല്ലാം പറയാം. വളരെ ഡൈനാമിക് ആനിമേഷൻ ആണ്, ക്ലെവർ യൂസ് ഓഫ് നെഗറ്റീവ് സ്പേസ്, ദെൻ ബ്രില്യൻറ്റ് ലൈറ്റിംഗ് ടെക്നിക്സ്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം. ജപ്പാൻ അല്ലെങ്കിൽ ടോക്കിയോ എന്ന് പറയുന്നത് വളരെ വലിയ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്സും സ്കൈ സ്ക്രൈപ്പേഴ്സും ഒക്കെ വെച്ചിട്ട് ഒരു സിറ്റി, ഒരു പ്രോപ്പർ സിറ്റി ഫുൾ ഓഫ് നിയോൺ ലൈറ്റ്സ്. ലൈറ്റിംഗ് ഭയങ്കര പ്രാധാന്യമുള്ളതാണ് ഈ ഒരു മൂവിയിൽ. ലൈറ്റിംഗിൽ നിയോൺ ലൈറ്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നത് കൺസ്യൂമറിസം ആൻഡ് ഫ്യൂച്ചറിസം ആണ്, അല്ലേ? ഒരു കൺസ്യൂമർ കൾച്ചർ എല്ലാം ഉപഭോക്തൃ സംസ്കാരം എന്ന് പറയുന്ന ഒരു സംഭവമാണ് നിയോൺ ലൈറ്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി, മനുഷ്യന് വന്ന മാറ്റം, ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓൾസോ ഫ്യൂച്ചറിസം, അല്ലെ? ഇനി ഫ്യൂച്ചറിൽ എന്താണ് എന്നുള്ളതും കൂടെ ഒരു മെറ്റഫർ ആണ് നിയോൺ ലൈറ്റ്സ്. ഇറ്റ് ആക്ച്വലി സ്റ്റാൻഡ്സ് ഫോർ ദി ടോക്കിയോ സിറ്റി ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ കൺസ്യൂമറിസം ആൻഡ് ഫ്യൂച്ചറിസം. ഇനി Katsuhiro Otomo, the director, he employed many artists to draw the frames by hand. Hand drawn frames ആണ് പലതും, to make the action sequences more fluid and layered. കുറച്ചുകൂടെ ആ ഒരു ലൈവായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ സീക്വൻസ് വളരെ എനർജറ്റിക് ആയിട്ട് ഫ്ലൂയിഡ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടി കൈകൊണ്ട് വരച്ച ഫ്രെയിംസ് ആണ് പലതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ ദ മൂവി യു ക്യാൻ സീ ദാറ്റ് ടോക്കിയോ സിറ്റി itself becomes a major character. നിങ്ങൾക്ക് കഥ പറയുമ്പോൾ മനസ്സിലാവും. സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് points with reference to the movie. Then Akira is part of dystopian literature. It's also called apocalyptic literature. ഇനി dystopian ഞാൻ പറഞ്ഞു, ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. dystopian in the sense ഒരു ലിറ്റററി ജാണർ ആണ് which features futuristic community. ഭാവിയിൽ അല്ലെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു 100 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിറ്റി പ്രെഡിക്റ്റ് ചെയ്യാണ്.
or societies that are dehumanizing and frightening, അല്ലെ, ജീവിക്കാൻ തന്നെ പേടി തോന്നുന്ന രീതിയിൽ ആ ഒരു ഹ്യൂമനിസം ടോട്ടലി ഇല്ലാതാവുന്ന രീതിയിൽ മേ ബി ഫുൾ ഓഫ് റോബോട്ട്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെ ടെക്നോളജി എന്താ ഫ്ലറിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ ടെക്നോളജി റൂൾ ചെയ്യുന്ന ഒരു രീതിയിൽ, അത് ഇത് തന്നെ വേണമെന്നില്ല, ഡീഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡ് പോർട്രേ ചെയ്യുന്നതാണ് എന്ത് ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചർ. ഇനി അപ്പോകാലിപ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ ലിറ്ററേച്ചർ ആണ് ദാറ്റ് ലീഡ്സ് ടു വേൾഡ്സ് എൻഡ്, അല്ലെ, ലോക അവസാനം കാണിക്കുന്ന ഇതാണ്. അപ്പോകാലിപ്സ് എന്ന് പറഞ്ഞാൽ ലോകാവസാനമാണ്. അപ്പോൾ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ആണ് ദാറ്റ് ഫോർടെൽസ് സൂപ്പർ നാച്ചുറലി ഇൻസ്പയർഡ് catastrophic events that will lead to the end of the world. ഈ സൂപ്പർ നാച്ചുറലി ഇൻസ്പയർഡ് എന്ന് പറയാൻ കാര്യം ഇപ്പം നമ്മുടെ പല കൾച്ചറിലും, ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ലോകാവസാനത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത് പലതും പല രീതിയിലാണ്. ക്രിസ്ത്യാനിറ്റിയിലാണ് ജഡ്ജ്മെന്റ് ഡേ വരും, ഡൂംസ് ഡേ വരും. അതിൽ ഓരോരുത്തരും അവർ ചെയ്ത ഓരോ പാപത്തിനുള്ള കണക്ക് ഏറ്റുവാങ്ങിയിട്ടേ പോവുള്ളൂ, ലോകാവസാനിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളുടെ ഹിന്ദു കൽക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രളയവും ഇത് വന്ന് ലോകം തുടങ്ങിയ പോലെ തന്നെ അവസാനിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ പല കഥകളുണ്ട്. അപ്പോൾ കാറ്റസ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താ, ദുരന്തം. അപ്പോൾ ഒരു ദുരന്തത്തിലൂടെ ലോകം അവസാനിക്കും എന്നുള്ള രീതിയിൽ പറയുന്ന ഇതാണ് ഇത്. ഇറ്റ് കുഡ് ഓവർലാപ്പ്. ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചർ അപ്പോകാലിപ്റ്റിക് ആവാം, മനസ്സിലായോ? രണ്ടും രണ്ട് രീതിയിൽ. അപ്പോൾ എനിവേ അക്കീറ എന്ന് പറയുന്ന ഒരു മൂവി ഇത് രണ്ടിലും വരും. ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചറും ആണ് അപ്പോകാലിപ്റ്റിക്കും ആണ്. കാരണം ഇതിൽ ലോകാവസാനം പ്രവചിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ എന്താ എല്ലാ ഇതോടെ തീരും എന്നുള്ളൊരു കാര്യം ഫോർടെൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതിൽ കാണിക്കുന്നത്, എങ്ങനെ ഇതിൽ ജീവിക്കും എന്ന് പേടി തോന്നുന്ന രീതിയിൽ. അതുകൊണ്ട് അക്കീറ ഇസ് എ ഡിസ്റ്റോപ്പിയൻ പാർട്ട് ഓഫ് ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചർ, ഓൾസോ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ. സോ ഇങ്ങനെ മൂവി തുടങ്ങുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഫ്ലാഷ് ബാക്ക് പോലെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് 1988 ജൂലൈ 16 ടോക്കിയോ എന്ന് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം 1945 രണ്ട് അറ്റോമിക് ബോംബ്സ് അവിടെ വീണിട്ടുള്ളത്, അല്ലേ? ഹിരോഷിമ നാഗസാക്കിയിൽ US ഡെറ്റോണേറ്റ് ചെയ്ത രണ്ട് ആറ്റം ബോംബ്സ് അതാണ്. ആൻഡ് ഹിയർ 1988 ജൂലൈ 16 there is an atomic explosion, ഒരു മാസീവ് ക്ലൗഡ് ബേസ്റ്റ് ആണ്. നമുക്കത് കാണുമ്പോൾ ഒരു ന്യൂക്ലിയർ ഹോളോകോസ്റ്റിനെ റിമൈൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു അറ്റോമിക് എക്സ്പ്ലോഷൻ. അത് വേൾഡ് വാർ 3 ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 31 years ആഫ്റ്റർ വേൾഡ് വാർ 3 AD 2019 നിയോ ടോക്കിയോ. അപ്പോൾ ആദ്യം ടോക്കിയോയിൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ 88 നടന്നു. 31 വർഷത്തിനിപ്പുറം നിയോ ടോക്കിയോ ആഫ്റ്റർ വേൾഡ് വാർ 3. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ, അന്നത്തെ അറ്റോമിക് എക്സ്പ്ലോഷൻ കാണിക്കുന്നത് വേൾഡ് വാർ 3 ആണ്. അതാ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പോൾ ഒരു 3ാം ലോക മഹായുദ്ധം നടന്നു കഴിഞ്ഞു എന്നുള്ളതിൽ 2019 നിയോ ടോക്കിയോയിലുള്ള കാര്യങ്ങൾ. സെറ്റിംഗ് ഓഫ് ദി മൂവി ചോദിച്ചാൽ നിയോ ടോക്കിയോ 2019 ആണ്, 31 years ആഫ്റ്റർ വേൾഡ് വാർ 3. അതാണ് സിനിമ തുടങ്ങുന്നത്. ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ 88 ഒരു ന്യൂക്ലിയർ ഹോളോകോസ്റ്റ് നടന്നു എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ ഇത് കാണിക്കുന്നത് നിയോ ടോക്കിയോ 31 വർഷം വേൾഡ് വാർ 3 ശേഷം. ആൻഡ് ലേറ്റർ വി ഗെറ്റ് ടു നോ, പലരും പറഞ്ഞ് നമുക്കറിയാം, അക്കീറ എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ബോയ് ആണ്, ഒരു കുട്ടി, ഒരു ആൺകുട്ടിയാണ്. ഹി ഹാഡ് ടെലികൈനറ്റിക് പവേഴ്സ്. ടെലികൈനറ്റിക് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എനർജി യൂസ് ചെയ്ത്, ഇപ്പം ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ യോധ മൂവിയിൽ ഉണ്ണിക്കുട്ടൻ ഒക്കോസോട്ട് ഓർമ്മയില്ലേ? അതിൽ ഉണ്ണിക്കുട്ടൻ കണ്ണുകൊണ്ട് തുറപ്പിച്ചിട്ട് ദൂരെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നീക്കുന്നില്ലേ? അതൊക്കെ ടെലികൈനറ്റിക് പവറിന്റെ ഒരു ചെറിയ വേർഷനാണ്. ഉള്ളിലുള്ള ആ എനർജി വെച്ചിട്ട് എന്തൊക്കെ മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും ചുറ്റും എന്നുള്ളതൊക്കെ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെലികൈനറ്റിക് പവർ എന്ന് പറയുന്നത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അക്കീറ എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ബോയ്. വി നെവർ നോ മോർ അബൌട്ട് ഹിം. ഇടയ്ക്കിടയ്ക്ക് അക്കീറയെ കുറിച്ച് റെഫറൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നില്ല, ഏറ്റവും അവസാനം മാത്രമേ എന്താ സംഭവം എന്ന് അറിയുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്കുള്ള റെഫറൻസിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു അറ്റോമിക് എക്സ്പ്ലോഷന് കാരണം ഈ കുട്ടിയാണ്. ഈ കുട്ടിയുടെ ടെലികൈനറ്റിക് പവേഴ്സ് എങ്ങനെയോ യൂസ് ചെയ്തിട്ടാണ് അന്ന് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് എന്ന് എപ്പോഴൊക്കെയോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി 2019 നിയോ ടോക്കിയോയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഫുൾ മെട്രോപൊളിറ്റൻ സ്കൈ സ്ക്രേപ്പേഴ്സ്, അല്ലെ, കെട്ടിടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നഗരം.
അവിടെ ഡിക്റ്റേറ്റോറിയൽ മിലിറ്ററി റൂളാണ്. അത് കാണുമ്പോൾ തന്നെ വളരെ അതോറിറ്റേറിയൻ ഒരു മിലിറ്ററി റൂളായിട്ട് നടക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ദർ ആർ മെനി ബൈക്കർ ഗാങ്സ്. കുറെ ബൈക്സ് യൂസ് ചെയ്തിട്ട് ഗാങ്സ്റ്റേഴ്സ് പോലെ കുറെ പേര് നടക്കുന്നുണ്ട്. ഡ്രഗ് യൂസ് ഉണ്ട്. എന്താ പറയാ, ഒരു അതപ്പതിച്ച ഒരു സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് അവിടെ ഗവൺമെന്റ് റിസർച്ച് ഫെസിലിറ്റീസ് നടക്കുന്നുണ്ട്. റിസർച്ച് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഞാൻ പറയാം, നെക്സ്റ്റ് ഇതിൽ പറയാം. ആൾക്കാരെ പല രീതിയിൽ ട്രാപ്പ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്ത് അവരുടെ ടെലികൈനറ്റിക് പവേഴ്സ് രാജ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ഒരുമാതിരി എന്താ പറയാ, ഒരു മിലിറ്ററി റൂളിന്റെ ഈ അറ്റാണ്. ഒരു ഫ്രീഡം അല്ലെങ്കിൽ നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ലിവിങ് ഒന്നുമില്ല. ഇവരറിയാതെ ഫോളോ ചെയ്ത് ഇവരുടെ എനർജി പല രീതിയിൽ ട്രാപ്പ് ചെയ്ത് യൂസ് ചെയ്യാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അക്കീറയും ഇതിലൊരു ട്രാപ്ഡ് ആയിട്ട് ഒരു വിക്ടിമായി മാറി എന്നുള്ളത്. സോ വി സീ ജാപ്പനീസ് ഗവൺമെന്റ്, ഇറ്റ് ഹാസ് എ മിലിറ്ററി റൂൾ ആൻഡ് ഇറ്റ് ആക്ച്വലി enforces imperialistic policies on the people. There is a secret research facility, underground ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റിസർച്ച് ഫെസിലിറ്റി ആണ്, where they conduct experiments on people to induce telekinesis in them. അവരുടെ എനർജി ചോർത്തിയെടുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താ പറയുക കളക്റ്റീവായിട്ട് ഒരിടത്തേക്ക് കളക്ട് ചെയ്ത് അതിന് വേറൊരു യൂസ് അല്ലെങ്കിൽ മിലിറ്ററിക്ക് വേണ്ടി അത് യൂസ് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. They use their powers for the government. ഇനി we see Neo Tokyo as full of revolutionaries, drug dealers, corrupt politicians, biker gangs, rioters. ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷമല്ല നിയോ ടോക്കിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്ന. മുഴുവൻ അടി പിടി ബഹളം, അപ്പുറത്ത് കത്തിക്കുന്നു, മനസ്സിലായ ഒരു ഡ്രഗ് ഡീലേഴ്സും ഒരു നൈറ്റ് ലൈഫ്, പബ്, കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് കാണിക്കുന്നത്. So this is set in a dystopian 2019 story. അപ്പോൾ 2019 എന്ന് പറയുന്നത് 88-ൽ ഇറങ്ങിയ സിനിമയാണ്. കാണിക്കുന്ന സെറ്റിംഗ് 2019-ലെ ടോക്കിയോ ആണ്, ന്യൂ ടോക്കിയോ. So it tells the story of Shotaro Kaneda, leader of the biker gang, whose childhood friend Tetsuo Shima. നിങ്ങൾ ഇതിൽ അറിയേണ്ടത് 2 കൂട്ടുകാരുണ്ടായിരുന്നു. അതിൽ ഒരാള് ഷൊട്ടേറോ കനേദ, കനേദ എന്നാണ് വിളിപ്പേര്. അദ്ദേഹം ഒരു ബൈക്കർ ഗ്യാങ്ങിന്റെ ലീഡറാണ്. ആൻഡ് ദ ബൈക്കർ ഗ്യാങ് ഈസ് കോൾഡ് ദ ക്യാപ്സ്യൂൾസ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് ടെറ്റ്സുവോ ഷിമ. അത് ദ ക്ലൗൺസ് എന്ന് പറഞ്ഞ ഒരു ബൈക്കർ ഗ്യാങ്ങിന്റെ ലീഡറാണ്. ഇവര് നല്ല കൂട്ടാണ്. പക്ഷെ ഈ ടെറ്റ്സുവോ ഷിമയ്ക്ക് ഒരു കോംപ്ലക്സ് ഉണ്ട് ഉള്ളിൽ. അവനെ അബാൻഡൻ ചെയ്ത് സ്കൂളിലൊക്കെ, അത് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഏറ്റവും അവസാനം കാണിക്കുന്നത്, അവന് ഭയങ്കര ഇൻസെക്യൂരിറ്റീസും ഇൽ ഫീലിങ്സും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുഞ്ഞിലെ തൊട്ടേ ഓരോരോ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് കൂടെ നിൽക്കുന്നത് കനേദയാണ്. എങ്കിലും കനേദയോടും ഒരു കോംപ്ലക്സ് ഉണ്ട്. എന്നുവെച്ചാൽ എന്ത് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ എന്തിനാ നീ വരുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈസെൽഫ് എന്നുള്ളൊരു ഫീലിംഗ് ഇടയ്ക്കിടയ്ക്ക് ടെറ്റ്സുവോ ഷിമയ്ക്കുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, കനേദയ്ക്ക് കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആണ്, കളിയാക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഹീസ് വെരി ലോയൽ, ഹീസ് എ വെരി ലോയൽ ഫ്രണ്ട്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഷൊട്ടേറോ കനേദ ആൻഡ് ടെറ്റ്സുവോ ഷിമ. അപ്പോൾ കനേദ ടെറ്റ്സുവോ അത് ഓർത്താൽ മതി. കനേദയാണ് ഇതിന്റെ പ്രൊട്ടഗോണിസ്റ്റ്. ഒരു ആന്റി പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ആന്റി ഹീറോ ആയിട്ട് വരുന്നത് ടെറ്റ്സുവോ ആണ്. അപ്പോൾ ടെറ്റ്സുവോ ആണ് ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിന് ശേഷം ഹി അക്വേഴ്സ് ടെലികൈനറ്റിക് എബിലിറ്റീസ്. ഇങ്ങനെയുള്ള പവേഴ്സ് ഇദ്ദേഹത്തിന് കിട്ടുന്നു. അത് ഗവൺമെന്റ് മനസ്സിലാക്കി ഇയാളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മേ ബി അതിന് മുന്നേ തന്നെ ഇയാളെ ട്രാപ്പ് ചെയ്ത് നിരീക്ഷണത്തിലാണ്. അപ്പോൾ കൊണ്ടുപോവാണ്, ട്രാപ്പ് ചെയ്ത് മിലിറ്ററി ഗവൺമെന്റ് കൊണ്ടുപോവാണ്. അവിടെ ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് തലയ്ക്കുള്ളിൽ എന്തോ വിങ്ങിപ്പൊട്ടുന്ന പോലെയൊക്കെ ഒരു സൈക്കോട്ടിക് ന്യൂറോട്ടിക് ചേഞ്ചസ് ഒക്കെ വരുന്നതായിട്ട് തോന്നാറുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. പക്ഷെ ദ തിങ് ഇസ് ഹി ഈസ് ആക്ച്വലി അണ്ടർ ദ ട്രാപ്പ് ഓഫ് ദി ഗവൺമെന്റ്. അവിടെ പല എക്സ്പെരിമെന്റ്സ് ഇദ്ദേഹത്തിന്റെ തല റിലേറ്റ് ചെയ്ത് അവർ ഈ കൈനറ്റിക് പവേഴ്സ് കിട്ടാനൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ടു ദ ലെഫ്റ്റ് യു ഹാവ് കനേദ. ഈ റെഡ് കളറിൽ, ആദ്യത്തെ പിക്ചറിൽ റെഡ് കളറിൽ നിൽക്കുന്നതാണ് കനേദ. ഹി ഈസ് ഓൾവേസ് ഷോൺ ദിസ് റെഡ് ലെതറി ജാക്കറ്റ്. എപ്പോഴും ഇങ്ങനെ ഒരു വേഷമാണ്. ഇയാളുടെ ബൈക്ക് ഭയങ്കര ഫേമസ് ആണ്.
എന്തോ കുറേ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് തെറ്റ്സുവോ അതെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ സീൻ ഇൻ വിച്ച് തെറ്റ്സുവോ ഷിമ ഹാസ് ആൻ ആക്സിഡന്റ്, ഹി ഫോൾസ് ഡൗൺ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ നോക്കി നിൽക്കുന്നതാണ് ഈ ഒരു പിക്ചർ. ആൻഡ് ടു ദ റൈറ്റ് യു ഹാവ് തെറ്റ്സുവോ ഷിമ. അത് ഗേൾ ഫ്രണ്ട് ആണ്. ഹർ നെയിം ഇസ് കൗരി. അപ്പോൾ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല ഹീസ് അണ്ടർ ദ ട്രാപ്പ് ഓഫ് ദ ഗവൺമെന്റ് എന്നുള്ളത്. സോ ദേ ആർ ട്രൈങ് ടു എസ്കേപ്പ്. സോ ഇവർ രണ്ടുമാണ് മെയിൻ കഥാപാത്രം. ഓക്കെ, ദെൻ യു ഹാവ് Japan's self-defense force leader of Japan's self-defense force, Colonel Shikishima. ഈ ഷിക്ഷിമ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറാണ് ഫസ്റ്റ് ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുന്നത്. ഹിസ് എ സ്ട്രിക്റ്റ് റൂഡ് ഓഫീസർ. പല സെൽഫിഷ് മോട്ടീവ്സും ഉണ്ട് അദ്ദേഹത്തിന്. ടു ദി റൈറ്റ് വി ഹാവ് ഡോക്ടർ ഒനിഷി. ഇയാളാണ് ഈ എക്സ്പെരിമെന്റ്സ് മുഴുവൻ നടത്തുന്നത്, ഈ ആൾക്കാർ. ഓക്കെ, ഹിസ് ദി ഹെഡ് ഓഫ് ദി സീക്രട്ട് ഗവൺമെന്റ് റിസർച്ച് ഫെസിലിറ്റി ഹു എക്സ്പെരിമെന്റ്സ് വിത്ത് ഹ്യൂമൻസ്. ഇവർ രണ്ടുമാണ് ഇതിനെല്ലാം ഒപ്പിച്ചു വെക്കുന്ന ആൾക്കാർ. Then you have experts named Kyoko who warns Colonel Shikishima of Neo Tokyo's impending destruction. So ഇതിൽ ഒരു 3 കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് കാണാം. ഇവർ കാണുമ്പോൾ കുട്ടികളെ പോലെയാണ്, പക്ഷെ അവരുടെ ഫേസ് വളരെ പ്രായമുള്ളവരുടെ പോലെ റിങ്കിൾഡ് ആയിട്ട് ആണ് ഇരിക്കുന്നത്. ഈ റൈറ്റിൽ 2 പേരുടെ ഉണ്ട്, അതിൽ 3 പേരാണ് ആക്ച്വലി ഈ ഒരു എസ്പർ. എസ്പർ എന്ന് പറഞ്ഞ ഒരു സയന്റിഫിക് ടേം ആണ്. നമ്മളിപ്പോൾ ഹാരി പോട്ടർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രോളിനെയൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. കുറച്ചൊരു പച്ച കളറിലും ബ്രൗൺ കളറിലും ഒക്കെ ഇരിക്കുന്ന മനുഷ്യരൂപമാണ്, പക്ഷെ മനുഷ്യനല്ലാത്ത പോലത്തെ ജീവികൾ. അതേപോലെയാണ് ഇതിൽ എസ്പേഴ്സ് എന്ന് പറയും. അവർക്ക് എന്താ പറയാ, ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സയന്റിഫിക് ഇതില് ഭാഗമായിട്ടുള്ളവരാണ്. അത് പറഞ്ഞുതരാം. കീറയും അങ്ങനെ ഒരു എസ്പർ ആണ്. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ, സോ വി ഹാവ് കനേഡ ആൻഡ് തെറ്റ്സുവോ. അതിൽ ഈ ഒരു എസ്പറായിട്ട് മാറിയ ഒരു കിയോക്കോ എന്ന് പറയുന്ന ഒരു എസ്പർ ആണ് ഷിക്ഷിമയോട് പറയുന്നത്. കാരണം ഇവരെ ഓൾറെഡി ഈ ടെലികൈനറ്റിക് പവേഴ്സിന് ഭാഗമാക്കി ഇവരുടെ എല്ലാം ചോർത്തി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ട്രാപ്പിലാണ്. അപ്പോൾ ഇവർക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇന്നത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഷിക്ഷിമയോട്, കേണലിനോട് ഇങ്ങനെയുള്ള ഒരു എസ്പറാണ് പറയുന്നത്, വൈകാതെ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഒരാൾ കൂടി ഉണ്ട് കേട്ടോ എസ്പേഴ്സിൽ. ഇനി അക്കീറ ഇസ് ഓൾസോ എൻ എസ്പർ. സോ എസ്പർ എന്ന് പറയുന്നത് ഈ സയൻസ് ഫിക്ഷനിലെ ക്യാരക്ടറാണ് വിത്ത് ടെലികൈനറ്റിക് ഓർ പാരാനോർമൽ എബിലിറ്റി. സാധാരണ മനുഷ്യർക്കുള്ളതല്ലാത്ത എക്സ്ട്രാ എന്തെങ്കിലും കഴിവോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർ സയൻസ് ഫിക്ഷനിൽ അങ്ങനെയുള്ളതിനെയാണ് എസ്പർ എന്ന് പറയുന്നത്. നിങ്ങളുടെ മൂവി ടൈറ്റിൽ അക്കീറ എന്ന് പറയുന്ന ഒരു ബോയ് ആണെന്ന് പറഞ്ഞു. ഹീ ഈസ് ഓൾസോ ആൻ എസ്പർ. ഓക്കെ, and he is held responsible for the singularity that led to the destruction of Tokyo in 1988. കഥ പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അക്കീറയാണ് അന്നത്തെ ആ ഒരു ഹോളോകോസ്റ്റിന് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഒരു ഔട്ട്ബേസ്റ്റിന് മെയിൻ കാരണം. ഇനി സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ടെക്നോളജി വളർന്ന് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ, ഇത് ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്, പക്ഷെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് കൺട്രോളിനപ്പുറം അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോസസ്സായിട്ട് അൺകൺട്രോളബിളും റിവേഴ്സിബിളും ആയിട്ട് ലോകനാശം തന്നെ വരുത്താൻ പാകത്തിന് വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, സോ ശരിക്കും ഇത് ഹൈപ്പോത്തറ്റിക്കലാണ്. ടൈമിൽ എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് വളർന്ന് അവസാനം അത് ലോകം തന്നെ നശിപ്പിക്കാൻ പാകത്തിനുള്ളതാവുന്ന ഒരു സിറ്റുവേഷനാണ് സിംഗുലാരിറ്റി. അപ്പോൾ അക്കീറ എന്ന് പറയുന്ന ഒരു എക്സ്പർ, ഹി caused a singularity that caused the destruction of Tokyo in 1988. ഇങ്ങനെ ഈ അക്കീറയുടെ ഒരു പവർ വളർന്ന് ഇത് നിർമ്മിച്ചവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായി. അങ്ങനെയാണ് അന്നൊരു ദുരന്തം നടന്നതെന്ന് നമുക്ക് ഇടയിൽ മനസ്സിലാവും. Then you have Shotaro Kaneda, the leader of a biker gang capsule. He is very egoistic, rebellious, but at the time he is very loyal. ഞാൻ പിക്ചറിൽ കാണിച്ചില്ല, he has a black hair and a red coat and he falls in love with Kei, a very active girl who fights against the Japanese government. ഈ ഒരു മൂവി അവസാനമാകുമ്പോൾ ഇവർ 2-3 പേരെ അവസാനം ജീവനോടെ കാണും. കനേഡ is there, Kei is there, and what happens is Tetsuo Shima, leader of the biker gang clowns, he acquires incredible telekinetic abilities. ഞാൻ പറഞ്ഞില്ലേ, ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പവേഴ്സ് കിട്ടുന്നു, ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നു. And he is the best friend of Kaneda. പക്ഷെ later he becomes a rival of Akira.
ഈ പറയുന്ന എസ്പേഴ്സില്ലേ, ആ പ്രായം കൂടുതൽ തോന്നുന്ന 3 കുട്ടികളാണ് ആക്ച്വലി. അവരുടെ വായിന്ന് അക്കീറയെ കുറിച്ച് ടെറ്റ്സുവോ ഷിമ കേൾക്കുന്നു. ആൻഡ് ഹി ഗോസ് ഇൻ സെർച്ച് ഓഫ് ദിസ് അക്കീറ. കൗരിയാണ് ഗേൾ ഫ്രണ്ട്. ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു പിക്ചർ, ഈ സെക്കൻഡ് വൺ ആണ് ടെറ്റ്സുവോ ഷിമ ആൻഡ് ഹിസ് ഗേൾ ഫ്രണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ അക്കീറ എന്ന് പറയുന്ന ബോയിയുടെ DNA-യും ബാക്കി കാര്യങ്ങളും എല്ലാം ഒരു ചില്ല് കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക. എങ്ങനെയൊക്കെയോ ഒരു ക്രിസ്റ്റൽ, ഐ മീൻ എന്താ, ഒരു സൂക്ഷിച്ച് ഓരോരോ ബോക്സിലിട്ട് വെച്ചിരിക്കുക, ഗ്ലാസ് ബോക്സസിൽ. ഓക്കെ, അപ്പം ഈ ടെറ്റ്സുവോ ഷിമോ അക്കീറയുടെ റൈവലാണ്. കാരണം അയാൾക്ക് ചിന്താശേഷിയൊക്കെ പോയി, എങ്ങനെയെങ്കിലും റൂൾ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. So what happens is, Tetsuo Shima, he escapes a secret government facility. ഒരു പ്രിസണിലെ പോലെ ഒരു ഹോസ്പിറ്റലില് എന്താ ബെഡ്രിഡൻ ആക്കി ഇട്ടിരിക്കുന്ന ടെറ്റ്സുവോ ഷിമ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഈ അക്കീറയുടെ റിമെയിൻസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞ് he goes after it, hoping it would enhance his telekinetic powers. ഇനിയും പവർ കിട്ടാൻ വേണ്ടിയാണ് അക്കീറയുടെ അവശിഷ്ടങ്ങൾ തപ്പി ടെറ്റ്സുവോ ഷിമ പോകുന്നത്. ഷൊതേറോ കാനഡ, though he challenges him. ഈ ടെറ്റ്സുവോ ഷിമ ആ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് നിന്റെ ഒന്നും ആവശ്യമില്ല, ഐ ക്യാൻ ഡു എവറിത്തിങ് മൈ ഓൺ, ഇത്രയും പവർഫുൾ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ വരുമെങ്കിലും കനേഡ, ഹി ഗോസ് ആഫ്റ്റർ ഹിം, ട്രൈസ് ടു പ്രിവെന്റ് ഹിം. പക്ഷെ ഇവർ തമ്മിൽ അടിയും ചലഞ്ചും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് രക്ഷിക്കാനാണ് കനേഡ ശ്രമിക്കുന്നത്. എന്തൊക്കെ ഈഗോയിസ്റ്റിക് ആണെന്ന് പറഞ്ഞാലും ഹീസ് എ ട്രൂ ഫ്രണ്ട്, ഒരു ലോയൽ ഫ്രണ്ട് ആണ് ടെറ്റ്സുവോ ഷിമയുടെ. വാട്ട് ഹാപ്പൻസ് ഇസ്, ടെറ്റ്സുവോ ലൂസസ് കൺട്രോൾ ഓവർ ഹിംസെൽഫ് ആൻഡ് ഹി ഗ്രോസ് ബിയോണ്ട് മെഷർ. ആ ഒരു എന്താ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. കനേഡയും ഇന്ത്യ മിലിറ്ററി ട്രൈ ടു അവേക്ക് അക്കീറ. ഇതാണ് അക്കീറ. നമുക്ക് ആകെ 2 ഷോട്ട്സേ അക്കീറയുടെ കാണുന്നുള്ളൂ. ഒരു ബോയ് ആണ്. അപ്പൊ അക്കീറ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഈ 3 എസ്പേഴ്സിന്റെ മുമ്പിൽ ഒരു 2 സെക്കൻഡ് കാണുന്നു, നമ്മൾ അത്രേ കാണുന്നുള്ളൂ, അപ്പോഴേക്കും മറയും. ഓക്കെ, സോ ഇവരൊക്കെ ചെയ്യുന്നത് അക്കീറ എന്ന ഉണർത്താൻ ശ്രമിക്കാം. കാരണം അക്കീറയ്ക്കെങ്കിലും ടെറ്റ്സുവെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. ഇനി വാട്ട് ഹാപ്പൻസ് ഇസ്, അക്കീറ ഈ ചില്ല് ഇതൊക്കെ പൊട്ടിച്ച് പുറത്ത് വരുന്നു. ആൻഡ് ഹി സക്സ് ടെറ്റ്സുവോ ആൻഡ് കനേഡ ഇൻടു അനദർ ഡയമെൻഷൻ. നമുക്കൊന്നും മനസ്സിലാവില്ല, ഒരു വലിയ വെളിച്ചം പോലെ, എന്തോ ഒരു യൂണിവേഴ്സ് ഫോം ചെയ്യുന്ന പോലെ വലിയൊരു വെളിച്ചം വരുന്നു. ആ ഒരു സമയത്ത് ടെറ്റ്സുവോന്റെ അവസ്ഥ ഇതാണ്. ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തൊക്കെയോ മസിൽസോ എന്താ പറയാ മാംസപിണ്ഡം പോലെ എന്തോ വരും. അതിൻ്റെ ഉള്ളിൽ കുറെ വയറും ടെക്നോളജി റിലേറ്റഡ് കുറെ സാധനങ്ങളാണ്, സർക്യൂട്ട്സോ എന്തൊക്കെയോ വന്ന് വലുതായി അയാൾക്ക് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമായിട്ട് ടെറ്റ്സുവോ ഷിമോ മാറും. ഓക്കെ, ടെറ്റ്സുവോ ഷിമോ മാറും. ആ സമയത്ത് കനേഡയെ വിളിക്കുന്നുണ്ട്, കാരണം കൈവിട്ട് പോയി എന്ന് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, അക്കീറ സക്സ് both of them into another dimension. ഈ ടെറ്റ്സുവോനെ വലിച്ച് കൊണ്ടുപോയി കഴിയുമ്പോൾ കനേഡ പുറകെ പോകുന്നുണ്ട്. അപ്പൊ ഈ എസ്പേഴ്സ് പുറകെന്ന് പറയുന്നുണ്ട്, പോകരുത്, നീയും കൂടെ അതിൽ പെട്ടുപോകുമെന്ന്. പക്ഷെ കനേഡ ബീങ് എ ട്രൂ ഫ്രണ്ട്, ഹി വാണ്ട്സ് ടു ഗെറ്റ് ടെറ്റ്സുവോ ബാക്ക്. അവനും കൂടെ ചാടി ഇറങ്ങും, പക്ഷെ ഒരു രക്ഷയില്ല. ആൻഡ് ഫൈനലി കനേഡ ഇസ് ത്രോൺ ബാക്ക് ഇൻ ടു ദിസ് വേൾഡ്. ടെറ്റ്സുവോ ഒരു ബിഗ് ബാങ് ആയിട്ട്, എന്താ ബിഗ് ബാങ് തിയറി ഒക്കെ പറയുന്നത്, ബിഗ് ബാങ് ആയിട്ടൊരു യൂണിവേഴ്സ് ഫോം ചെയ്യുന്ന പോലെ ഈ സമയം ആ ഒരു ഡോക്ടർ ഒനിഷി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് എന്താ സംഭവിക്കുന്നത്. ആൻഡ് ഹി അണ്ടർസ്റ്റാൻഡ്സ് അനദർ യൂണിവേഴ്സ് ഇസ് ബീങ് ക്രിയേറ്റഡ്. ഒരു പാരലൽ യൂണിവേഴ്സ് ഉണ്ടാവുകയാണ്. എല്ലാം അവിടെ ആ ഒരു ലാബും എല്ലാം പൊട്ടിത്തെറിച്ചങ്ങ് പോകും, അയാളെയും പിന്നെ കാണില്ല. സോ ഒരു അപ്പോക്കാലിപ്റ്റിക് എൻഡിങ് ആണ്. ഒരു പുതിയൊരു യൂണിവേഴ്സ് ഫോം ചെയ്യുന്നു. അതൊരു ചെറിയൊരു തുള്ളി പോലെ നമുക്ക് ഇവന്റെ കയ്യിൽ വന്ന് വീഴുന്നതായിട്ട് കാണാം. ആൻഡ് ഇതാണ് എൻഡ് ഓഫ് ദ മൂവി. ഇതുപോലൊരു യൂണിവേഴ്സ്, അതിൽ നിന്നൊരു ശബ്ദം, hi, I am Tetsuo Shima. So what we understand is a parallel universe is created. Another universe is created where Tetsuo Shima becomes the powerful entity there. God ആണോ എന്ന് പറയാൻ പറ്റില്ല. മേ ബി വേറൊരു യൂണിവേഴ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് Tetsuo Shima മാറാണ്. So towards the end of the movie, only Kaneda remains. കനേഡയും പിന്നെ ഒരു ഫ്രണ്ടും and his girlfriend. Girlfriend ആയിട്ടില്ല, but she loves him. Hey, ഇവര് മാത്രമാണ് അവസാനം നിൽക്കുന്നത്. ശിക്ഷിമ എന്ന് പറയുന്ന കേണലിനെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഹി കനോട്ട് ഡു എനിത്തിങ്. ഡോക്ടർ ഒനിഷിയൊക്കെ ആ ലാബ് പൊട്ടിത്തെറിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇല്ലാതാവും. ആൻഡ് ടെറ്റ്സുവോ ഷിമ, ഹി ഗോസ് ഇൻ ടു അനദർ വേൾഡ്. നിങ്ങൾ ഇപ്പം മാർവൽ സീരീസിലൊക്കെ മൾട്ടി formed and he escapes.
So this is the story of Akira. ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ analyze Akira as a cyberpunk movie, as a runner of apocalyptic literature, as dystopian literature. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരു ഷോർട്ട് ഇതിൽ പറയാം. ഇതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് പറയാം. അല്ല, എങ്ങനെയാണ് നെഗറ്റീവ് സ്പേസ് ഉപയോഗിച്ചിരിക്കുന്നത്, ലൈറ്റിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു മെയിൻ തീം, അല്ലെ, ന്യൂക്ലിയർ ഹോളോകോസ്റ്റ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വേൾഡ് എൻഡിങ്ങിന് ഇതൊക്കെ കാരണമാകുന്നു, മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ തന്നെ, അല്ലെ, ഓൾ ദോസ് തിങ്സ് ദാറ്റ് വർ ക്രിയേറ്റഡ് ബൈ മാൻ, ഹൗ ഇറ്റ് വിൽ ലീഡ് ടു ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, hope you understood. മഴവെള്ളം പോലെ